നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവർ ചെയ്തതൊന്നും ശരിയായില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് നല്ല കുറ്റബോധമുണ്ട്. എപ്പോഴും ഇമോഷണലി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു, സ്വപ്നം കാണുന്നു, നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നു, നല്ല സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഒന്നും പുറത്ത് കാണിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ അകന്നത് മൂന്നാമതൊരാൾ കാരണമാണെങ്കിൽ അതൊന്നും സ്ട്രോങ് ബോണ്ടല്ല. അതൊക്കെ നമുക്ക് ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ ഗോഡ് ഓരോ പാഠം പഠിപ്പിക്കുന്നതാണ്. അതൊന്നും ഒരു ലോങ് ടേം റിലേഷൻ അല്ല. അതുകൊണ്ട് അതൊക്കെ ടെസ്റ്റിംഗ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം അവരുടെ ഡീപ്പ് ലെവൽ കണക്ഷൻ എപ്പോഴും നിങ്ങളുമായിട്ടാണ്. നിങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ മനസ്സ് ശാന്തമാക്കി വെച്ചേ പറ്റൂ. കാരണം നിങ്ങളുടെ മനസ്സിൽ നല്ല ഭാരമുണ്ട്. ആ ഭാരവും വേദനയും മാറ്റിക്കളഞ്ഞ് നല്ലപോലെ കാമായിട്ട് ഇരുന്നാൽ മാത്രമേ ഈ റീയൂണിയൻ പോസിബിൾ ആവത്തുള്ളൂ. അവരിങ്ങ് തിരികെ വരും. നിങ്ങൾ ആ കോൺഫിഡൻസ് ഉള്ളിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമ്പോഴാണ് അവർ എല്ലാം മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുന്നത്. അവർക്ക് റിയലൈസേഷൻ വരണമെങ്കിൽ നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കണം, സമാധാനമായിട്ട് ഇരിക്കണം. പോയ സ്പീഡിൽ തിരിച്ചവർ വരും. നിങ്ങളെ മറക്കാൻ വേണ്ടിയിട്ടാണ് അവർ പല ബന്ധങ്ങളിലും പോയി ചാടി നോക്കിയത്. പക്ഷേ അതൊക്കെ ഗോഡ് കൊടുത്ത കാർമിക് ലെസൺ ആണെന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ കർമ്മ അവർക്ക് കിട്ടുന്നതാണെന്ന്. അവർക്ക് തനിയെ തിരിച്ചറിവ് വരണം. വേദനിച്ച് അവർ മനസ്സിലാക്കണം. എന്നാലേ റീയൂണിയൻ സക്സസ് ആവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സമാധാനത്തോടെ ഇരുന്നാൽ മാത്രമേ റീയൂണിയൻ പോസിബിൾ ആവത്തുള്ളൂ. നിങ്ങളുടെ പാസ്റ്റ് ബർഡൻ, നിങ്ങളുടെ വേദനകളൊക്കെ നിങ്ങൾ മറക്കണം. അന്നേരമേ വേഗം റീയൂണിയൻ പോസിബിൾ ആവത്തുള്ളൂ. അവർക്ക് സറണ്ടർ ആവാൻ അവരുടെ ഈഗോ സമ്മതിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ സോൾ ലെവലിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തമായിട്ട് തന്നെ നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളപ്പോൾ സ്വയം സ്നേഹിക്കുക, മനസ്സ് ശാന്തമാക്കുക, എല്ലാം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ വേദനകൾ ഗോഡിന് കാണാൻ പറ്റുന്നുണ്ട്. കാരണം സത്യസന്ധമായ കാര്യങ്ങൾക്ക് ദൈവം കൂടെ നിൽക്കുമല്ലോ. അപ്പോൾ ആത്മവിശ്വാസമൊന്നും കളയാതെ ശാന്തമായിട്ട് ഇരിക്കുക. സ്വയം വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു, എൻ്റെ വേദനകളൊക്കെ മാറി ശുദ്ധമായ ആത്മബന്ധം സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി സമാധാനത്തോടെ ഈ നിമിഷം ഇരിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കാനും പരസ്പരം ക്ഷമിക്കാനും ഒക്കെ ശക്തി തരണേ, മനസ്സമാധാനം തരണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക.